പിണറായി വിജയൻ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും അവരുടെ ദൗത്യം ജനസമക്ഷം അവതരിപ്പിക്കുന്ന പരിപാടിയാണിത്. ഈ പരിപാടിയുടെ പദ്ധതി അനുസരിച്ച് ഓരോ മന്ത്രിയും പ്രതിനിധാനം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖർ അതിഥികളായി എത്തുന്നുമുണ്ട്. അവരുടെ ചോദ്യോത്തരത്തിലൂടെയാണ് ഈ പരിപാടി മുന്നോട്ട് പോവുക. ആദ്യമായി പുതുതായി മന്ത്രി കസേരയിലെത്തിയ ശ്രീ AC മൊയ്തീൻ തൻ്റെ സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നു. കൈരളി പീപ്പിളിൻ്റെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും വകുപ്പിനെക്കുറിച്ച് നിങ്ങളുമായി ഒരു ആശയവിനിമയം നടത്താനും പ്രേക്ഷകരുമായി ഈ കാര്യം പങ്കുവയ്ക്കാനും അവസരമുണ്ടാക്കി തന്നതിൽ നന്ദി രേഖപ്പെടുത്തുക. LDF മന്ത്രിസഭയിൽ 2 വകുപ്പുകളാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് സഹകരണ വകുപ്പാണ്. കേരളത്തിലെ സമസ്ത മേഖലയിലും ജനങ്ങളെ സഹായിക്കുന്ന ഇത്രയധികം ജനകീയ ബന്ധമുള്ള മറ്റൊരു വകുപ്പുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സഹകരണ വകുപ്പിൻ്റെ കീഴിൽ മാത്രം 14,000-ലധികം സഹകരണ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാമ്പത്തിക സാമൂഹ്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സഹകരണ വകുപ്പിന് പദ്ധതികളുണ്ട്. സഹകരണ വകുപ്പിൻ്റെ ആ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിൻ്റെ ഇന്ന് തകർന്നു കഴിഞ്ഞ കാർഷിക മേഖലയുടെ സമുദ്ധാരണവും അതിൻ്റെ പുരോഗതിയും ലക്ഷ്യം വെച്ച് സഹകരണ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. സഹകരണ മേഖല ഏറെ വിശ്വാസം ആർജിച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപത്തിൻ്റെ വർധനവ് സഹകരണ ബാങ്കുകളിലുണ്ട്. പക്ഷേ ആ നിക്ഷേപം വായ്പയായി നൽകാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസം ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കേരളത്തിലെ വികസനത്തിന്, ഭൗതിക പശ്ചാത്തല വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടത്ര പണം ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യം ഒരു വശത്തും, അതോടൊപ്പം സഹകരണ മേഖലയിലെ നിക്ഷേപം പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യവും വൈരുദ്ധ്യങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നിക്ഷേപകരുടെയും ബാങ്കിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതിനുവേണ്ടി സഹകരണ മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിലേക്കും സമയക്കുറവുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ജില്ലാ ബാങ്കുകളെയും സംസ്ഥാന ബാങ്കിനെയും യോജിപ്പിച്ച് ഒരു കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അത് കഴിഞ്ഞ 90-കൾക്ക് ശേഷമുള്ള ലോകത്ത് നമ്മുടെ ഇന്ത്യക്കകത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക മാറ്റം, രാജ്യത്തെ മറ്റ് മേഖലയിലുള്ള ബാങ്കിങ് വ്യവസായത്തിലുണ്ടായ വളർച്ചയും പുരോഗതിയും സഹകരണ മേഖലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പുതിയ സാഹചര്യം 90-ന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ അറിയും. വലിയ മത്സരം നേരിടുന്ന മേഖലയാണ്. ആ മത്സര ലോകത്ത് മത്സരിച്ചൊപ്പം എത്താൻ കഴിയാത്ത ആധുനികവൽക്കരണത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് കൈകാര്യം ചെയ്തു പോകേണ്ടതുണ്ട്. കേരളത്തിലെ ബാങ്കിങ് മേഖലയിലുള്ള മത്സരത്തിനൊപ്പം എത്താൻ കഴിയുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടുതൽ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ, വായ്പ സാധാരണക്കാരിലേക്ക് കൂടുതലെത്തിക്കാൻ, പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താൻ, പുതിയ തലമുറയെ ബാങ്കിങ് രംഗത്തേക്ക് ആകർഷിക്കാൻ അത് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കഴിയും. സഹകരണ ബാങ്കുകളിൽ ഇപ്പോഴും പലപ്പോഴും ചെക്ക് മാറി കാശെടുക്കേണ്ട സ്ഥിതിയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ബാങ്കിങ് രംഗത്തുള്ള ഓപ്പറേഷൻ സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിൻ്റെ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ എല്ലാം പുതിയ കേരളത്തിൻ്റെ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള സങ്കല്പം കൊണ്ട് കഴിയും. ത്രിതല സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുള്ളത്. 10ഓളം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ദ്വിതല സംവിധാനമുണ്ട്, ഇപ്പോൾ തന്നെയുണ്ട്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെ കേരളത്തിന് അനുയോജ്യമായ സംവിധാനം ദ്വിതലമാണ് എന്ന് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തന്നെയുള്ള ശുപാർശയുണ്ടായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ കേരളത്തിൻ്റെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിലും സഹകരണ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന കേരളത്തിൽ ഈ ദ്വിതല സംവിധാനമായിരിക്കും കൂടുതൽ ഗുണപ്രദമെന്ന് റിസർവ് ബാങ്കിൻ്റെ പഠനത്തിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും
സഹകരണ മേഖലയിലെ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പ്രൈമറി ബാങ്കുകൾക്ക് നിക്ഷേപമുള്ള ഒരു ദ്വിതല സംവിധാനം, അംഗത്വമുള്ളൊരു ദ്വിതല സംവിധാനം, അതുവഴി കേരളത്തിൻ്റെ ഈ സാമ്പത്തിക രംഗത്തുള്ള ഇടപെടൽ കൂടുതൽ ശക്തമാക്കാൻ കഴിയും എന്ന് കരുതുക. പുതിയ തലമുറയെ ഈ രംഗത്തേക്ക് ആകർഷിക്കാൻ കഴിയും. NRI നിക്ഷേപം ഉൾപ്പെടെ ഇന്ന് സ്വീകരിക്കാൻ കഴിയില്ല. ഏകദേശം 1,35,000 കോടി രൂപയുടെ NRI നിക്ഷേപം കേരളത്തിലുണ്ട്. അത് നമ്മുടെ നാഷണലൈസ് ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളും പങ്കുവയ്ക്കുകയാണ്. ഒറ്റ പൈസ പോലും സഹകരണ മേഖലയ്ക്ക് നിക്ഷേപമായി സ്വീകരിക്കാനാവുന്നില്ല. ഒരു 57% നാഷണലൈസ് ബാങ്കുകളും 43% മറ്റോ മറ്റ് ബാങ്കുകൾക്കും എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അത് നമുക്ക് വലിയ പലിശ കൊടുത്ത് നിക്ഷേപം സ്വീകരിക്കുന്ന പകരം ചുരുങ്ങിയ പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കാനും ചുരുങ്ങിയ പലിശയ്ക്ക് വായ്പ കൊടുക്കാനും കഴിയുന്ന സാഹചര്യം ഇതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ബാങ്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളിലേക്ക് ചർച്ചയുടെ ഭാഗമായി പോകാം എന്ന് തോന്നുന്നു. ആഴ്ചകളുടെ പ്രായം മാത്രമുള്ള മന്ത്രിയാണ് ശ്രീ AC മൊയ്തീൻ. പക്ഷേ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സംഘാടകനും ജനനേതാവുമായാണ് തൻ്റെ വകുപ്പുകളിലെ പ്രശ്നങ്ങളെ മന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ദൗത്യ അവതരണം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി അതിഥികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന, നിർദ്ദേശങ്ങൾ ഉന്നയിക്കുന്ന, ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആദരണീയനായ മന്ത്രി ഈ മന്ത്രിസഭയുടെ കാഴ്ചപ്പാടെന്നുള്ള നിലയിൽ സഹകരണ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരള ബാങ്ക് എന്നുള്ളത് സംബന്ധിച്ചാണ്. ആ കേരള ബാങ്ക് എന്നുള്ള ആശയം വന്നപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ, സഹകാരികളുടെ ഇടയിൽ പല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പരിഹരിക്കപ്പെടുന്നതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ കേരള ബാങ്കിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കമേഴ്സ്യൽ ബാങ്കും മറ്റ് ബാങ്കുകളും ഏതാണ്ട് കേരളത്തിൽ നിന്ന് 4 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ നിക്ഷേപം ഈ കേരളത്തിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇവർ പലപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് പറയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെ അടുപ്പിച്ച ബാങ്കാണ് കേരളത്തിലെ സഹകരണ ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടം കൊടുത്ത് ആളുകളെ കടക്കാരാക്കുക അല്ലെങ്കിൽ നന്നായി കടം കൊടുക്കുന്നൊരു ചുമതല സഹകരണ ബാങ്ക് ജനകീയമായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൻ്റെ സഹകരണ ബാങ്കിങ് എന്നല്ല, ബാങ്കിങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഗ്രാമീൺ ബാങ്കിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്ക് ആഗോളമായ എല്ലാ ബാങ്കിങ്ങിൻ്റെ സാമ്പ്രദായിക മേഖലയിൽ നിന്ന് വ്യത്യസ്തമായൊരു ബാങ്കിങ് ആയിരുന്നു വാസ്തവത്തിൽ ഗ്രാമീൺ ബാങ്ക്. ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ടതെന്നാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഗവൺമെൻറ് രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഈ കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പര്യന്തമുള്ള ബാങ്കിങ് ചരിത്രത്തിൻ്റെ മാത്രമല്ല സാമൂഹ്യ വളർച്ചയ്ക്കും വലിയ ഒരു മുന്നേറ്റം നൽകുന്ന ഒന്നായിരിക്കും. കാരണം ഇതിൻ്റെ ശക്തി പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സംശയമില്ല. കാരണം കേരളത്തിലെ ത്രിതല ക്രെഡിറ്റ് മേഖല എന്ന് പറയുന്ന ദ്വിതല ക്രെഡിറ്റ് മേഖലയുണ്ട്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും പ്രൈമറി ബാങ്കും ചേർന്ന്. ത്രിതല ബാങ്കിങ് എന്ന് പറയുന്ന സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ ബാങ്ക്, പ്രാഥമിക കാർഷിക സഹകരണ സംഘം എന്ന് പറയുന്ന ഏതാണ്ട് 8,000-ഓളം സേവന കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലെ മറ്റ് എല്ലാ ബാങ്കുകളും കൂടി ചേർന്നാൽ പോലും ഇത്രയും സേവന കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല. ഇത് കേരളത്തിൻ്റെ വലിയൊരു കുതിച്ച് ചാട്ടത്തിന് ഇടവരുത്തും. അത് ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാം. അതുമായിട്ടുള്ള പരിപാടികൾ അധികം വൈകാതെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും 14 ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കും കൂടി ഇപ്പോൾ തന്നെ 803 ശാഖകളുണ്ട്. സംസ്ഥാന ബാങ്കിൻ്റെ 20-ഉം ബാക്കിയുള്ളത് ജില്ലാ ബാങ്കുകളുടെ ശാഖകളും കൂടി. അത്രയധികം ശാഖകളുള്ള മറ്റൊരു ബാങ്കും കേരളത്തിലുണ്ടാവില്ല. കേരളത്തിൻ്റെ ഒരു ബാങ്ക് എന്നുള്ള എനിക്ക് SBT ആണ് കേരളത്തിൻ്റെ ഗ്രാമീണ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങളോട് അല്പമെങ്കിലും നീതി പുലർത്തിയിരുന്നത്. അതിൻ്റെ പുതിയ സാഹചര്യത്തിൽ അതിൻ്റെ പ്രശ്നം വളരെ ഗൗരവപ്പെട്ടത് കൂടിയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇത് പ്രധാനപ്പെട്ടതാവുന്നത്. നേരത്തെ ശ്രീ മോനായി പറഞ്ഞ പോലെ പ്രാഥമിക സംഘങ്ങൾ 1,600-ഓളം പ്രാഥമിക സംഘങ്ങളുടെ ബ്രാഞ്ചുകൾ മാത്രം 4,000-ലധികം വരും.
അതിന് പുറമെ അതിൻ്റെ മറ്റ് സേവന കേന്ദ്രങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞ അത്ര നമ്പർ വരും. തീർച്ചയായും ജനങ്ങളിലേക്ക് ഇത്ര അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരു സംവിധാനം സഹകരണ പ്രസ്ഥാനത്തിന് നമ്മുടെ കേരളത്തിലെ ബാങ്കിങ് ആവശ്യങ്ങളെ അത് മറ്റെല്ലാ മേഖലയിലും നമ്മുടെ ഇൻഡസ്ട്രിയെ സഹായിക്കാനാവും, നമ്മുടെ കാർഷിക മേഖലയെ സഹായിക്കാനാവും, പുതിയ സംരംഭകർക്ക് അത് പ്രയോജനപ്പെടുത്താനാവും. ആ രീതിയിൽ നമുക്ക് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സംരംഭമാണ്. ഇതിനാവശ്യമായ യാന്ത്രികമായി നടപ്പാക്കലല്ല, ഇതിൻ്റെ സാധ്യതകൾ, നിയമപരമായ സംവിധാനം, പരിരക്ഷ ഇതൊക്കെ ഉറപ്പുവരുത്തണം. ഞങ്ങൾ ആലോചിക്കുന്നത് റിസർവ് ബാങ്ക് തലത്തിൽ പ്രവൃത്തിയെടുത്തിട്ടുള്ള ഉന്നതനായ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ച് ഈ സാധ്യതകളും ജനങ്ങൾക്ക് ഇതിൻ്റെ നിയമവശവും സാമ്പത്തിക കാര്യങ്ങളും മറ്റുമൊക്കെ ബോധ്യപ്പെടാവുന്ന രീതിയിൽ ഒരു പഠന റിപ്പോർട്ടുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. AC, എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ, ഒരു കലണ്ടർ ഉണ്ടോ, എന്നേക്ക് ഈ സംസ്ഥാന ബാങ്ക് ജനങ്ങൾക്ക് സമർപ്പിക്കാനാവും? ഒരു വർഷത്തിനകം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് അത്ര വരും. ഈ പഠന റിപ്പോർട്ട് വരണം, ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കുകളുമായി യോജിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ആലോചിക്കണം. ഈ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ച് സഹകാരികളുമായിട്ട് ചർച്ച നടത്തണം. ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടെ. ആ ജനാധിപത്യ സമൂഹത്തിൽ എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കാൻ കഴിയണം. ഈ നേരത്തെ മോനായി സൂചിപ്പിച്ച ഈ അനുകൂലമായ സാഹചര്യത്തെ സംബന്ധിച്ച് ഉള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു അഭിപ്രായ സമന്വയം കേരളത്തിലുണ്ടാകണം. അതിനാവശ്യമായ മിനിമം സമയം ഒരു വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ 1ാം വാർഷിക സമ്മാനമായി ബാങ്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും ഞങ്ങൾ അങ്ങനെയാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. നല്ലത്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചന്ദ്രശേഖർ ചോദിച്ചു, ഇതിൻ്റെ ഒരു സമയക്രമം സംബന്ധിച്ച്. പിന്നെ ഇത് സംബന്ധിച്ച് വരുന്നത് നിയമപരമായ അനേകം വിഷയങ്ങൾ വരുന്നുണ്ട്. റിസർവ് ബാങ്കിൻ്റെ, നബാർഡിൻ്റെ ഒക്കെ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയമായ വിഷയങ്ങളും ഉണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഉള്ള വിഷയങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. അതോടൊപ്പം വരണത് ഒരു വ്യക്തത വരേണ്ടത് ഇതിനകത്ത് വരുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ജില്ലാ ബാങ്കുകൾ സംയോജിപ്പിച്ചുള്ള ഒരു ആദ്യത്തെ ആമുഖത്തിൽ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു സംവിധാനം. ആ സംവിധാനമാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക്. എനിക്ക് തോന്നുന്നു ഈ കേരള ബാങ്ക് എന്ന് പറയുന്നത് കുറച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. കാരണം കോഓപ്പറേറ്റീവ് ബാങ്ക് തന്നെ അത് വ്യക്തമായിട്ട് മിനിസ്റ്റർ അത് കറക്റ്റായിട്ടാണ് ഉപയോഗിച്ചത്. അങ്ങനെ തന്നെ പറയണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് SBIക്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് പകരമായിട്ടുള്ള ഒരു സംവിധാനമാണെന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പോകരുത്. ഇതൊരു സഹകരണ ബാങ്ക് തന്നെയാണ് എന്നുള്ള ഒരു വ്യക്തത എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ചില വക്താക്കളും ഒക്കെ സംസാരിക്കുമ്പം കേരള ബാങ്ക് എന്ന് പറയുന്നുണ്ട്. അത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വരുമ്പം പ്രധാനമായിട്ട് വരുന്ന ഒരു വിഷയം ഈ പ്രൈമറി ബാങ്കുകളെ ഇതെങ്ങനെ ഇതുമായിട്ട് യോജിപ്പിക്കും. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, അവരും ഇപ്പം ജില്ലാ ബാങ്കുകളിൽ അംഗങ്ങളാണ്. അവരെ എങ്ങനെ സംയോജിപ്പിക്കും? ജില്ലകളിൽ ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെ ആയിരിക്കും? കാരണം പറഞ്ഞാൽ ഇപ്പോൾ പ്രൈമറി ബാങ്കുകൾക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവർ സംസ്ഥാന ബാങ്കിൻ്റെ ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റിൽ ആൾക്കാർ കയറി ഇറങ്ങുന്ന പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് കർഷകർ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കർഷകരുടെ വിഷയങ്ങൾ ജില്ലകളിൽ തന്നെയെങ്കിലും പരിഹരിക്കാൻ പറ്റണം. ഇപ്പോൾ പ്രൈമറി ബാങ്കുകൾ അംഗങ്ങളായ ജില്ലാ ബാങ്കുകളിൽ എന്തെങ്കിലും പരാതി കൊടുക്കണേ ജില്ലാ ബാങ്കിൽ പോകാൻ പറ്റും, പരാതി അവിടെ പരിഹരിക്കാൻ പറ്റും. ഇപ്പം സംസ്ഥാന തലത്തിലൊരു സഹകരണ സംവിധാനമായി കഴിയുമ്പോൾ അതിൻ്റെ വളരെ കേന്ദ്രീകൃതമായ ഒരു രൂപം ഉണ്ടാവും. ആ കേന്ദ്രീകൃത രൂപത്തിനൊരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടാവും. കൂടുതലൊരു ബ്യൂറോക്രസിയിലേക്ക് കർഷകരെ തള്ളിവിടുന്ന ഒരു ചിന്ത ഉണ്ടാവരുതെന്ന് ഒരു കർഷകരും ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനെന്നുള്ള നിലയ്ക്കും. കാരണം ഞാൻ നബാർഡ് പോലുള്ള ഒരു സംവിധാനം വലിയൊരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരിക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പല തരത്തിലുള്ള സംവിധാനത്തിലാണ് ഈ 14 ജില്ലാ ബാങ്കിൽ കിടക്കുന്നത് ജീവനക്കാർ. ഇത് സംസ്ഥാന ബാങ്കിലെ ജീവനക്കാരുടെ ശമ്പള ഘടനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു ധാരാളം പ്രശ്നങ്ങൾ ഇതുമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ എൻ്റെ ചർച്ച അധികം നീട്ടുന്നില്ല. ഇതൊക്കെയാണെങ്കിലും സമയബന്ധിതമായിട്ട് ഇത് തീർക്കേണ്ടതും അടിയന്തരമായിട്ട് തീർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പറഞ്ഞാൽ ആന്ധ്രയിലും മറ്റും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടൈം സ്ട്രക്ചറും ഷോർട്ട് ടൈം സ്ട്രക്ചറും തമ്മിൽ മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഷോർട്ട് ടൈം സ്ട്രക്ചറിലെ ചില ബ്രാഞ്ചുകൾ അടച്ചുപോയി. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അത് റീപേയ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. ഇപ്പോൾ ഈ കൺഫ്യൂഷൻ ഇതൊരു തീരുമാനമാക്കി ഉടൻ തന്നെ വ്യക്തത വരുത്തി നടപ്പാക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നില്ലെങ്കിൽ
ജില്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാർ ഒരു സ്വാഭാവികമായിട്ട് കടമെടുത്തവർ എന്താണ് സംഭവിക്കണേ എന്ന് നോക്കിയിരിക്കാം എന്ന് വിചാരിച്ച് വായ്പകൾ തിരിച്ചടയ്ക്കണതിൽ വരുന്ന വിഷയം വരും. ജില്ലാ ബാങ്കിലെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളിലുള്ള ഒരു വിഷയം വരും. അതെല്ലാം അപ്പോൾ അടിയന്തരമായിട്ട് ഇത് വളരെ പെട്ടെന്ന് സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ഒരു വിഷയമാണെന്നാണ്, ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാങ്കിങ് രംഗത്തെയും ഒക്കെ സഹകരണ രംഗത്തെയും ഒക്കെയുള്ള വിദഗ്ധരായ ആളുകളുടെ ഒരു കമ്മിറ്റിയാണ് ഇത് ഉപയോഗിക്കുന്ന ഈ കമ്മിറ്റിയുടെ ഘടന എന്ന് ഞാൻ സൂചിപ്പിച്ചു. റിസർവ് ബാങ്കിൻ്റെ അനുമതിയുടെ പ്രശ്നമുണ്ട്. നബാർഡിൻ്റെ പ്രശ്നം വല്ലാതെ യോജിപ്പിലാവുന്ന സ്വരത്തിലല്ല പലപ്പോഴും, പക്ഷേ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു പ്രാഥമിക ചർച്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ ഇത്തരമൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ നിയമപരമായ കാര്യങ്ങളുള്ള പരിരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് നമുക്ക് ചെയ്യാനാവും. അത് ലഭ്യമാകുന്ന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യത്തെ ആലോചനയല്ല അത്. ഇന്ത്യയിലെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തന്നെ വന്ന ആലോചനകളുടെ ഒരു ദിശ കാലങ്ങളങ്ങ് പോയിട്ടുണ്ട് 10 സംസ്ഥാനങ്ങളിൽ. എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ആസാമും ഹരിയാനയും കേരളവും ഈ ദ്വിതല സംവിധാനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞത് ആദ്യം അവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുതിയ സാഹചര്യം വന്നിട്ടുണ്ട്. ലോകത്താകെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് സാമ്പത്തിക രംഗത്തുള്ള മാറ്റങ്ങൾ. അതിനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇത് മാറണമെന്നുള്ള ലക്ഷ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഈ കമ്മിറ്റി പഠിച്ചൊരു ശുപാർശ തരട്ടെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിർവഹിക്കാനാവും. പിന്നെയുള്ളത് ഇതിൻ്റെ ഭാഗമായി തന്നെ വരുന്ന ജീവനക്കാരുടെ പ്രശ്നം, ഇതിൻ്റെ ജനാധിപത്യ സ്വഭാവമാണ്. ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്നതാണ് സഹകരണ മേഖല. തിരഞ്ഞെടുപ്പാണ്. നേരിട്ട് പ്രൈമറി ബാങ്കുകളാണ് ഇതിലംഗങ്ങൾ. ഒരു തട്ടൊഴിവാകുമ്പോൾ ഇപ്പോൾ നബാർഡ് തന്നെ 4.5% കൊടുക്കുന്ന പുനർവായ്പയുടെ പലിശ ഇവിടെ എത്തുമ്പോൾ 7% ആവുകയാണ് ഒരു തട്ട് കൂടി കഴിഞ്ഞ് വരുമ്പോൾ. അത് സ്വാഭാവികമായും നേരിട്ടാവുമ്പോൾ അത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാവുന്ന പലിശയുടെ കാര്യത്തിലുള്ള 2%-ലൊക്കെ സബ്സിഡി കഴിഞ്ഞ് 2%-ലൊക്കെ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ കൃഷിക്കാരെയും വായ്പ വാങ്ങുന്ന ആളുകളെയും സഹായിക്കുന്ന സംവിധാനം ഇതിലുണ്ടാവും. നമ്മുടെ സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ പ്രശ്നത്തിൽ നമുക്ക് ചർച്ച ചെയ്തു പോകേണ്ടതാണ്. അവരെ ഉത്കണ്ഠപ്പെടുത്തണം. അവരുടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംസ്ഥാന ബാങ്കാവുമ്പോൾ മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ട ഇത്തരം വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല പ്രശ്നം ഞങ്ങൾ കാണുന്നത്, പ്രൊഫഷണലിസത്തിൻ്റെ പ്രശ്നമുണ്ട്. മറ്റ് ബാങ്കുകളിലെ ഇപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ, മറ്റ് ബാങ്കുകളിലൊക്കെയുള്ള ഇവരൊരു ശേഷിയുടെ പ്രശ്നമുണ്ടല്ലോ, അതുൾപ്പെടെ നമുക്ക് പരിഹരിക്കണം. അതിനാവശ്യമായ ട്രെയിനിങ്ങും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾക്കൊന്നും കോട്ടം തട്ടാതെ ചർച്ചകളിലൂടെ പരിഹരിച്ച ആ പ്രശ്നത്തിനും പരിഹാരം കാണാനാവും. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ജനാധിപത്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകും എന്നുള്ളതാണ്. പിന്നെ ജനങ്ങളിൽ നിന്ന് അകലുക എന്നുള്ള സ്വഭാവം, പ്രൈമറി ബാങ്കുകൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. അവർ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണസമിതിയുണ്ട്. അത് മിക്കവാറും ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നതാണ്. മറ്റ് ബാങ്കുകൾക്കുണ്ടാകുന്ന ജനങ്ങളിൽ നിന്നുള്ളൊരു അകൽച്ച സഹകരണ മേഖലയിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. അത് തുടർന്നുണ്ടാകാൻ അനുവദിക്കുന്ന ഒരു സമീപനമായിരിക്കില്ല ഗവൺമെൻറ് സ്വീകരിക്കും. കേരളത്തിലെ സഹകരണ മേഖല ഓരോ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴും നമ്മൾ പറയുന്ന ജനാധിപത്യത്തിനപ്പുറം സഹകരണ മേഖല തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും കൃത്യമായി കുറ്റം പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ അവലംബിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത വിസ്മരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ സഹകരണ മേഖലയെ ജനാധിപത്യ സ്വഭാവത്തിന് വലിയ തരത്തിലുള്ള ഒരു കോട്ടവും സംഭവിക്കാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സഹകരണ മേഖലയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി എല്ലാ തലത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നം സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 1600 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളോ ബാങ്കുകളോ ഉണ്ട്. അത്തരത്തിലല്ലാത്ത എന്നാൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന, ബാങ്കിങ് ബിസിനസ് നടത്തുന്ന
റിസർവ് ബാങ്കിൻ്റെ അനുവാദത്തോടു കൂടി അല്ല എങ്കിലും അവർ പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്നു എങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്ന 10,000-ത്തിലധികം ബാങ്ക് സഹകരണ സ്ഥാപനങ്ങൾ പ്രാഥമിക തലത്തിൽ ഉണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പുതുതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇൻകം ടാക്സ് പിരിക്കുന്നതിന് വേണ്ടി അൾട്ടിമേറ്റ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇൻകം ടാക്സ് പിരിക്കുന്നതിന് വേണ്ടി നടപ്പാക്കാൻ പരിശ്രമിച്ച കർശനമായ നടപടികളാണ്. അതിനെതിരെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവുമില്ലാതെ കേരളത്തിലെ എല്ലാ സഹകാരികളും ഒരുമിച്ച് നിന്ന്, ഞാനതിന് രൂപീകരിച്ച പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന തലത്തിലുള്ള സമിതിയുടെ ചെയർമാനാണ്. അതിൻ്റെ ജനറൽ കൺവീനർ എന്ന് പറയുന്നത് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇന്ന് ഭരണപക്ഷത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമാണ്. ആ ഒരു നല്ല പ്രതിരോധ ശക്തി, ആ നല്ല ജനാധിപത്യ സ്വഭാവം വരുന്ന 5 വർഷക്കാലവും കേരളത്തിലെ സഹകരണ മേഖലയിൽ കാത്തു സൂക്ഷിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള നല്ല ശ്രമം ഉണ്ടാകണം എന്നാണ് എനിക്ക് ആദ്യമായി അങ്ങയോട് അപേക്ഷിക്കാനുള്ളത്. ഈ കേരള ബാങ്കിനെക്കുറിച്ച് അല്പം ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് സഖാവ് മോനായിക്കുള്ള അത്രയും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഈ സന്ദർഭത്തിൽ അതിനെ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ സന്ദർഭത്തിന് അനുസരിച്ച് തീർച്ചയായും കേരളത്തിലെ സഹകരണ മേഖലയ്ക്കും കേരളത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്രദമാകുമെന്ന നിലയ്ക്കുള്ള ഒരു സങ്കല്പമാണ് അങ്ങയുടെയും കേരളത്തിലെ ഗവൺമെൻറ്റെയും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഒരു സഹകാരി എന്ന നിലയ്ക്ക് അതിനെ സർവാത്മന സ്വാഗതം ചെയ്യാൻ ഞാനും ഞങ്ങളുടെ പ്രസ്ഥാനവും തയ്യാറായിരിക്കും എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായും സഹകരണ മേഖലയിലെ ജനാധിപത്യ സ്വഭാവത്തിന് എതിരായിട്ടുള്ളൊരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇവിടെ ഞാൻ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ ഞാനില്ല. പഴയതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകേണ്ട ഒരു വേദിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതെ അതെ, അത്തരം നിലപാടുകൾ കാഴ്ചപ്പാടുകൾ. അപ്പോൾ സഹകരണ രംഗത്തെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് തന്നെ സഹകാരികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സഹകരണ മേഖലയിൽ രാഷ്ട്രീയം കളിക്കില്ല. യെസ്, എന്താണ് സംശയം? സഹകാരികളുടേതാണ് ഈ പ്രസ്ഥാനം, കേരളത്തിലെ ജനങ്ങളുടേതാണ് ഈ പ്രസ്ഥാനം. അത് കേവലം ഭരണസമിതി അംഗങ്ങളുടേത് മാത്രമാണ് എന്ന് ചുരുക്കി കാണുമ്പോഴാണ് പ്രശ്നം. സഹകാരികൾ എന്ന് പറഞ്ഞൊരു വിശാലമായ അർത്ഥത്തിൽ അതിനെ കാണാൻ കഴിയും. അതിൻ്റെ ജനാധിപത്യ സ്വഭാവം, അവിടെയാണ് ജനാധിപത്യ സ്വഭാവം വേണ്ടത്. ആ ജനാധിപത്യ സ്വഭാവം സംരക്ഷിച്ചു പോകാൻ നമുക്കാകണം. അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് നിൽക്കുക. രണ്ടാമത്തത്, ആദായ നികുതി വകുപ്പിൻ്റെ ഈ ഇടപെടലുകളെ സംബന്ധിച്ച് യോജിച്ച പ്രസ്ഥാനം കേരളത്തിലുണ്ടായിട്ടുണ്ട്. വലിയ പ്രക്ഷോഭം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സംഘങ്ങളുടെ മുമ്പിൽ ഇവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ആദായ നികുതി കൊടുക്കണ്ട എന്നുള്ളതൊന്നും അവരുടെ ആ സംഘടന വെച്ച സമരത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ എറണാകുളത്ത് ഏറ്റവും അവസാനം RCSും നിങ്ങളുമൊക്കെ കൂടി പങ്കെടുത്തതിൽ ഇതിൻ്റെ പരിധി 25 ലക്ഷം ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂടി ചർച്ച നടത്തി അങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോൾ MP-മാരുടെ കോൺഫറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി എടുത്ത കാര്യങ്ങളിലൊന്ന് ഇതുതന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് റിസർവ് ബാങ്കിൻ്റെ ഈ സമീപനത്തിൽ മാറ്റമുണ്ടാക്കണം എന്നുള്ള കേരളത്തിൻ്റെ പൊതു അഭിപ്രായം. അത് ശക്തിപ്പെടുത്തി പോകണം എന്ന് തന്നെയാണ്. ആ സ്പിരിറ്റ് തുടരും. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ സംസ്ഥാന സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഞാൻ വിശദീകരിച്ചു, അതിന് കൂടുതൽ സമയം എടുക്കുന്നില്ല. 2, എല്ലാ വിഭാഗത്തു നിന്നും ആളുകളെ ഉണ്ടാക്കി ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കി നമുക്കത് ചെയ്യാനാവില്ല. അതിൻ്റെ ഒരു പരിമിതിയിൽ നിന്നില്ല, സമയത്തിന് റിപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ രംഗത്തെ വളരെ ചുരുക്കം ആളുകളെ വെച്ച് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി ചർച്ച നടക്കുമ്പോഴാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വേണോ, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ ഉള്ളടക്കമുണ്ടോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. ആ ഘട്ടത്തിലാണ്. അതാണ് ആ കാര്യത്തിൽ. സർ, ലോക ഭൂപടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേരളം എന്നാണ് പറയുന്നത്. ഈ എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ഇന്നും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നമുക്ക് വേണ്ട രീതിയിൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏകദേശം 25 കൊല്ലത്തോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലായിരുന്നു. നമുക്ക് ഒരു വിദേശ ടൂറിസ്റ്റിനെ ധൈര്യമായിട്ട് കേരളത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ ട്രാവൽ ആൻഡ് ടൂറിസം എന്നാണ് പറയുന്നത്. ആദ്യം ഇതിൻ്റെ ട്രാവലാണ്. സർ, നമ്മളുടെ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ നിന്ന് വന്നാൽ ശരിക്കും നമ്മളുടെ മറ്റൊരു ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഒരു പൊതുവായ
ബസ് സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസോ നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ ജനങ്ങൾക്ക് നല്ലൊരു ട്രാവൽ ഈ ഓരോ ഡെസ്റ്റിനേഷൻസിന് വെച്ച് മൂന്നാർ അതുപോലെയുള്ള മേജറായിട്ടുള്ള കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ട്രാവൽ സർവീസ് സാറ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. ടൂറിസം ഇൻഡസ്ട്രി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് യാത്രാ സൗകര്യത്തിൻ്റെ അപര്യാപ്തത, അതിൻ്റെ കണക്ടിവിറ്റി. ഇപ്പോൾ കഴിഞ്ഞൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഞങ്ങളത് വീണ്ടും ഗൗരവപൂർവ്വം പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ബേക്കലും വയനാടും ഇടുക്കിയും എയർ സ്ട്രിപ്പുകൾ എന്നുള്ളൊരാശയം ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാന്ദ്യവിരുദ്ധ പാക്കേജിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. 2, ഇന്ത്യയിലെ മറ്റ് പ്രധാന നഗരങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ഞാൻ ഗോവയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരണ UP, ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളെന്നുള്ള ഫ്ലൈറ്റിൻ്റെ കണക്ടിവിറ്റി, അതിൻ്റെ ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാകണം വിമാന കമ്പനികളുമായിട്ട്. അതിനവർക്ക് ചില ഇൻസെൻറ്റീവ്സ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അത് സർക്കാർ ചെയ്യും. കാരണം ഇതിൻ്റെ ചാർജിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആളില്ല എന്നൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ ആമുഖമായി പറയുമ്പോൾ തന്നെ പറഞ്ഞു, ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ കാര്യം ഗൗരവപൂർവ്വം ഇപ്പോൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നുള്ള വരവിൻ്റെയും പ്രശ്നം ഇത് തന്നെയാണ്. അത്തരം പ്രശ്നങ്ങളെ ഗവൺമെൻറ് ഗൗരവപൂർവ്വം കണ്ടിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. വേറൊന്ന്, നമുക്കിവിടേക്ക് വരുന്ന ട്രെയിനുകൾ ഏറ്റവും മോശം കോച്ചുകളാണ് നമുക്കുള്ളത്. കമ്പാർട്ട്മെൻറ്റ് 2 ടയർ AC ആയാലും ഫസ്റ്റ് ക്ലാസ് ആയാലും ഒക്കെ. നമുക്ക് കേരള ടൂറിസത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി സ്പെഷ്യൽ കോച്ചുകൾ റെയിൽവേയുമായി സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കോച്ചുകൾ ഈ ട്രെയിനിൽ, പ്രത്യേക ചാർട്ടേഡ് ട്രെയിനുകൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധപ്പെടുത്തി. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന താമസ സൗകര്യത്തിൻ്റെ പ്രശ്നം അങ്ങ് സൂചിപ്പിച്ചു. താമസ സൗകര്യം ഉണ്ടാക്കാൻ സ്വകാര്യ സംരംഭകർ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വൻകിടക്കാരല്ല. കേരളത്തിലെ ഈ മേഖലയിൽ മുതൽ മുടക്കുന്നത് കേരളീയരാണ്, തദ്ദേശീയരാണ് കൂടുതൽ. കോർപ്പറേറ്റുകൾ വലിയ തോതിൽ വന്നിട്ടില്ല. അതിൻ്റെ ഗുണം നമുക്കുണ്ട്. അവർ നിക്ഷേപിക്കാനും തയ്യാറാണ്. അതിനുള്ള പ്രയാസങ്ങൾ നീക്കി കൊടുക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യം. ഇപ്പോൾ റോഡ് വേണം, ഞങ്ങളുടെ എല്ലാ വകുപ്പ്, പക്ഷേ ഞങ്ങളത് കാണുന്നു. വെള്ളം വേണം, വാട്ടർ അതോറിറ്റിയെ പഴി പറഞ്ഞിരിക്കാൻ നമുക്കാവില്ല. ഇലക്ട്രിസിറ്റി വേണം. ഇത്തരം കാര്യങ്ങളിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുത്താൽ നിക്ഷേപം വരാൻ തയ്യാറാണ്. ഒരിക്കലും സർക്കാരിന് ഇത്ര വലിയ മുതൽ മുടക്ക് നടത്താനാവില്ല. സ്വകാര്യ നിക്ഷേപകർ അതിന് തയ്യാറാണ്. ആ നിക്ഷേപകർക്ക് ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ, ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്നുള്ളതിൻ്റെ ഒരു ഇരട്ടി റൂമുകൾ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ തന്നെ ഉണ്ടാവും. കേരളത്തിന് ഒരു ഉന്നമനം ഉണ്ടായിട്ടുണ്ട് ടൂറിസം. 1985 കെ കരുണാകരൻ മുഖ്യമന്ത്രി ടൂറിസം ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ഹോട്ടൽ രംഗത്ത്, ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഇപ്പോഴും പുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത്. ഒന്ന് ഇലക്ട്രിസിറ്റി, അതിൻ്റെ ചാർജസൊക്കെ വളരെ കൂടുതലാണ് ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ പുതിയ മിനിസ്ട്രി വന്നതിന് ശേഷം ലക്ഷറി ടാക്സ് കുറച്ചിട്ടുണ്ട്, വളരെയധികം സന്തോഷം. ഫുഡിന് കൂടെ ടാക്സ് ഒന്ന് കുറയ്ക്കണം സാർ. ഇവിടെ ഫുഡിന് ഭയങ്കര ചാർജസ് ഉള്ളതാണ്. ഇത് വന്നാൽ ഇവിടെ കൈമാടി വിളിക്കുന്ന ടൂറിസ്റ്റുകളെ ഇവിടെ വരുമ്പോൾ ടാക്സ് കൊടുത്ത് മുടിയുന്ന ഒരു സ്ഥിതി അതുണ്ടാകുന്നുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം സാർ, ഇവിടെ കുടിവെള്ളത്തിൻ്റെ വളരെ പ്രശ്നമുണ്ട്. കോവളം പോലുള്ള പ്രസിദ്ധമായ ടൂറിസം സെൻറ്റേഴ്സിൽ കുടിവെള്ളമില്ലാതെ അവർ ഒരു ദിവസം ഒരു ലോഡിന് ഏതാണ്ട് 4500 രൂപ വരെ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്. നമ്മൾ ടൂറിസ്റ്റുകളെ വിളിക്കാൻ നല്ല വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല, കലങ്ങിയ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു, കുളിക്കാൻ അതാണ് കൊടുക്കുന്നത്. ഇതിനൊരു മാറ്റം വരാൻ സാറിൻ്റെ ഗവൺമെൻറ്റിന് പറ്റുമെന്നാണ് 100% വിശ്വസിക്കുന്നത്. ടാക്സിൻ്റെ കാര്യത്തിൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞു. ഞങ്ങൾ ആദ്യം നടത്തിയ ശ്രീ നജീബൊക്കെ ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ വന്ന ഗൗരവപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. അതിൻ്റെ പരിധി 200 രൂപയുടെ റൂം 400 രൂപ വരെ എന്നാക്കി, 500-നും 1000-നിടയ്ക്ക് 6% 1000-ന് മുകളിൽ 10% ചുരുക്കി. നേരത്തെ 14 തന്നെ 12 ആക്കിയിരുന്നതാണ്. തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പിന്നെ ഇപ്രാവശ്യം 10 അത് ഈ രംഗത്ത് ആ പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും ധനകാര്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് പറയാം. ഈ ബഡ്ജറ്റിൽ വല്ലാണ്ട് ഘടനാപരമായ മാറ്റം വരുത്താനായിട്ടില്ലല്ലോ. ഒരു പുതുക്കിയ ബഡ്ജറ്റിൻ്റെ അവതരണം മാത്രമാണ്, ചുരുങ്ങിയ
രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പിന്നീട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാം. പിന്നീട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളിലൊന്ന് ഈ ഇൻഡസ്ട്രിക്കകത്ത് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചാണ്. ഫയറിൻ്റെ, മറ്റുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ടൂറിസത്തിൻ്റെ പണിയാണോ എന്ന് ചോദിച്ചല്ല, പക്ഷേ ടൂറിസം ഇടപെട്ടാലേ നിക്ഷേപം വരൂ, തൊഴിലവസരം. ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് 4 ലക്ഷം തൊഴിലവസരങ്ങളാണ്. അത് വ്യത്യസ്ത മേഖല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വേണ്ട, അത് ശ്രദ്ധിക്കാനാവും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് ആവശ്യമായ ആളുകളെ കിട്ടണം, വളരെ ഗൗരവപ്പെട്ടതാണ്. അതിൽ അങ്ങ് തൊഴിലാളികൾ, മലയാളികളായ സ്കിൽഡുള്ള ആളുകൾ വേണം എന്നുള്ളതാണ്. അതിലങ്ങ് പറഞ്ഞ ഒരഭിപ്രായത്തിനോട് എനിക്ക് ചോദിച്ചില്ല. വരുന്ന ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ മുഴുവൻ അക്രമികളും മറ്റവരുമാണ് എന്നുള്ള തോന്നൽ എനിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് നമ്മുടെ ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി, വിദേശ രാജ്യങ്ങളിൽ മറ്റൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയും നമ്മളും പ്രതികളായിട്ടുള്ളതുണ്ടാവാം. അതിനെ നമ്മൾ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല. അതങ്ങനെ വരുന്നത് നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നു. പക്ഷെ അങ്ങ് പറഞ്ഞ ഈ കാര്യം ശരിയാണ്, ഞങ്ങളത് ഗൗരവപൂർവ്വം കാണുക. ഒന്ന്, ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പരിശീലനമുള്ള ആളുകളെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ കിഡ്സിനെ, കോഴിക്കോട്ടുള്ള സ്ഥാപനത്തിനെ, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, ഇതിനെ ശക്തിപ്പെടുത്താൻ വ്യാപകമായ ഒരു സ്കിൽ ഡെവലപ്മെന്റ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിന് ഈ കിഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ പ്രയോജനപ്പെടുത്തി എല്ലാം ഈ കോഴ്സ് കഴിഞ്ഞ് പോകുന്നവർക്ക് തൊഴിലവസരമുണ്ട്. പക്ഷെ അവരിവിടെ നിൽക്കുന്നില്ല, കാരണം ഇവിടെ ശമ്പളത്തിരി കുറവാണ്. അത് നിങ്ങളൊന്ന് പരിഗണിച്ചാൽ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. കഴിഞ്ഞ ഗവൺമെൻറ് ഈ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്നു. അതിന് മുമ്പ് തന്നെ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ്റെ ആഭിമുഖ്യത്തിൽ അതുപോലെ തന്നെ ഒരു കേരള ടൂറിസം ബോർഡ് എന്ന് പറഞ്ഞൊരു ആശയം ശ്രീ KM ചന്ദ്രശേഖർ കൊണ്ടുവരികയും, പക്ഷേ ഇത് രണ്ടും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരു പാർട്ട്ണർഷിപ്പാണ്, ഗവൺമെൻറ്റും ഇൻഡസ്ട്രിയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ്. രണ്ടുപേരുടെയും റോൾസ് ഡിഫൈൻഡ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻസ്, ഗവൺമെൻറ് ഫെസിലിറ്റേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ആ ലെവലിലാണ് പോകുന്നത്. അത് കുറച്ചുകൂടെ ഒരു ക്ലോസ് നെറ്റായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആത്മാർത്ഥ ലെവലിൽ ഞാൻ പറയുന്നത്, ഞാൻ 10-35 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്നുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഉദ്ദേശം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡാണെങ്കിലും നേരത്തെയുള്ള ബോർഡ്, ഒരു കേരള ടൂറിസം പ്രൊമോഷൻ ബോർഡ്, ടൂറിസം മന്ത്രി ചെയർമാനായി ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള ഒരാൾക്ക് ഇപ്പോൾ അഡ്വൈസറി ബോർഡൊക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം അഡ്വൈസറി ലെവലിലാണ്. മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഉണ്ടാവുകയും അതിനകത്ത് ഈ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ, അതായത് ടൂറിസവുമായി സംയോജിപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രതിനിധികളെ കൂടെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവായി ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കണമെന്ന് റിക്വസ്റ്റ്. തീർച്ചയായും അത് സർക്കാരിൻ്റെ പരിഗണനയുള്ളതാണ്. ഒരു സാധ്യത ഇനി നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ, വനമൊന്നും നശിപ്പിക്കേണ്ട, അതിലെ ടൂറിസം സോൺ നമുക്ക് പ്രയോജനപ്പെടുത്താനാവില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഹൈ റേഞ്ചിലുള്ളതും ഇവിടെയുള്ളതും ഒരുപോലെയാണ്. ഇവിടെ 16 നിലയിൽ പണിയുമ്പോൾ മൂന്നാറിൽ ആ നിലയിൽ പണിയാൻ പോകുക എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം, ചെയ്യണം. അതെ, നിയമം വഴി ചെയ്ത് നമുക്കത് ഈ ഇതിലെ സാധ്യതകളെ, പുതിയ ചെറുപ്പക്കാർ അവർ അഡ്വഞ്ചർ ഇഷ്ടപ്പെടണം. നമുക്ക് ഈ മലനിരകളിലുള്ള സാഹചര്യങ്ങൾ മറ്റൊക്കെ പ്രയോജനപ്പെടുത്തി പോകാൻ കഴിയും. അതിനുള്ള സൗകര്യങ്ങളുണ്ടാകണം. പുതിയ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതം ഫോറസ്റ്റ് ടൂറിസം ലോകത്തെല്ലാം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇവിടെ മാത്രമാണ് വനസംരക്ഷണ നിയമത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് ഇവിടെ പ്രശ്നം നിലനിൽക്കുന്നത്. അത് നമ്മൾ ആ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരു വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യങ്ങളിൽ നമുക്കൊരു ഇടപെടൽ നടത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊരു ഖ്യാതി നേടിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ വിദേശികളോ സ്വദേശികളോ ആരോ എത്തുന്നവരാകട്ടെ, അവരെതിരേൽക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ്. ആ കോവളം മുതൽ നമ്മുടെ ഈ ഇഞ്ചക്കൽ വരെ ഒന്ന് നോക്കിയാൽ വളരെയധികം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെനസാണ് ഇന്നിപ്പോൾ കേരള സംസ്ഥാനം. അതൊന്ന് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് അതിനൊരു പുതിയ പദ്ധതി എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ടു മണി എന്നുള്ളൊരു പദ്ധതി നിലവിൽ വന്ന് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അവർ വഴി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം 3-4 സ്കൂളുകളിൽ ഞങ്ങൾ ചെയ്തു. ഈ വർഷം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും മിനിസ്റ്റേഴ്സിൻ്റെ സൗകര്യപ്രദമായ ഒരു ഡേറ്റ് കിട്ടിയതിന് ശേഷം ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൽ സ്കൂളുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് 10 രൂപ കുട്ടികൾക്ക് കൊടുത്ത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് ഞങ്ങൾ റീസൈക്ലിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുപോലെ
ഈ ടൂറിസ്റ്റുകൾക്ക് സാറേ എന്ത് സുരക്ഷയാണ് ഇപ്പോൾ ടർക്കിയിൽ ഉണ്ടായിരുന്ന സംഭവമൊക്കെ ഉണ്ടോ? ഈ ടൂറിസ്റ്റുകളിലേക്ക് എന്ത് സുരക്ഷയാണ് നമുക്ക് കേരളത്തിൽ നമുക്ക് ഒരുക്കാൻ പറ്റുന്നത് വിദേശികളെ കൂടുതലായിട്ട് ആകർഷിക്കാനായിട്ട്? അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ നിയമങ്ങളോ നമ്മുടെ മന്ത്രി ഇതിൽ നിന്നുണ്ടാകുമോ എന്നും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ സംശയത്തിന് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമാണെന്നുള്ളത്. ഇത്ര സമാധാനപരമായ അന്തരീക്ഷമുള്ളത് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഇൻഡസ്ട്രിക്ക് അഭിപ്രായ വ്യത്യാസം. ഇടയ്ക്ക് ഹർത്താൽ വരും, അതൊന്നും എന്നാവശ്യം അല്ല നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടത്. അല്ല, നമുക്ക് ഹർത്താലും ഈ ബന്ധം നമ്മൾ നിരോധിക്കണമെന്ന് ഒരുപാട് വർഷങ്ങളായി പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് അതിനകത്ത് പ്രോബ്ലംസ് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഞങ്ങളതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ശ്രീ ഇളമരം കരീമും എല്ലാം ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ ഒരു ടൂറിസം സീസണിലൊരു ഹർത്താൽ വന്നപ്പോൾ ടൂറിസം സെക്ടറിനെ ഒഴിവാക്കി. അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബോർഡ് വെച്ചിട്ട് വണ്ടികൾ മുഴുവൻ കേരളത്തിൽ ഓടുകയും ടൂറിസ്റ്റുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്തു. കാര്യം ഇതവർ വർഷങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് വരുന്നത്. ഇവിടെ വരുമ്പോൾ മൂന്നാറിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ ഹർത്താൽ, പിറ്റേ ദിവസം അന്ന് രാത്രി തിരിച്ച് കൊച്ചിയിൽ വരുമ്പോൾ കൊച്ചിയിൽ ഹർത്താൽ, തിരിച്ച് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് ഹർത്താൽ. ഈ പ്രാദേശിക ഹർത്താൽ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊരു ടൂറിസം മേഖല, നമ്മളിപ്പോൾ പത്രം, പാൽ, പ്രസ് എന്നൊക്കെ പറയുന്ന പോലെ ടൂറിസം മേഖലയും വിമാനയാത്രക്കാരെയും ഇതിനകത്ത് ഒഴിവാക്കുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരണം സാർ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബാഡ് ഇമേജാണ് ഉണ്ടാകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സ്റ്റേറ്റ്. ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അതൊന്ന് പരിഹരിക്കണം. അതിപ്പോൾ ഒരു കാര്യമുണ്ട്, താങ്കൾ ട്രേഡ് യൂണിയൻ്റെ ഒരു വലിയ നേതാവായതുകൊണ്ട് താങ്കൾ അതിന് മുന്നിട്ട് ഇറങ്ങിയാൽ എല്ലാവരും അംഗീകരിക്കും. നമുക്ക് എല്ലാ സമരങ്ങളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു വരില്ല. പക്ഷേ ഇത്തരം കാര്യത്തിൽ അനാവശ്യ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അത് നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട് എന്ന ചില പ്രത്യേക പ്രാദേശിക ഹർത്താലുകളുടെ വിഷയം വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന് വേണ്ടി നമുക്ക് ആ കാര്യത്തിൽ ശ്രമിക്കാം. ഗവൺമെൻറ് തന്നെ അതിന് മുൻകൈ എടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഗവൺമെൻറ്റും രാജ്യത്തെ എല്ലാവരും അത് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഉൾപ്പെടെ അതിന് പ്രത്യേക പരിപാടികൾ നിശ്ചയിച്ചു വന്നിട്ടുണ്ട്. എന്നാലും കുമിഞ്ഞുകൂടുന്നുണ്ട്. എല്ലാ മേഖലയിലും ശുചിത്വ മിഷനും പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്ത് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി, മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കണം എന്നുള്ള ആദ്യഘട്ടം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി പോകാം. ഇപ്പോൾ ശംഖുമുഖത്ത് വൻതോതിൽ ഇപ്പോൾ ഈ സീസണാകുമ്പോൾ ആളുകൾ വരികയാണ്. ഞങ്ങൾ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ചില കുഴപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ വരുന്നത്, എല്ലാ ദിവസവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പ്രത്യേക വിഷയമായിട്ട് തന്നെ, ഒരു പ്രദേശത്തിൻ്റെ മാത്രം ഞാൻ പറഞ്ഞതല്ല. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിൽ അവിടെ ഇപ്പോൾ കച്ചവടങ്ങൾ നടക്കുന്നു. ഐസ്ക്രീം ആരാരെ നിയന്ത്രിക്കും എന്നുള്ള പ്രശ്നത്തിൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ വേസ്റ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുവരുന്നത് മാത്രമല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു കിണറുണ്ടല്ലോ, അത് സംരക്ഷിക്കേണ്ട സാധനമാണ്, ചരിത്ര സ്മാരകമായിട്ട് അതിലാണ് ഡംപ് ചെയ്യണത്. അത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി അതിൽ ആലോചിച്ചിട്ടുണ്ട്. സുരക്ഷിതത്തിന് അങ്ങ് പറഞ്ഞ പോലെ ടൂറിസം പോലീസ് നല്ല പോലെ കോടിയേരിയുടെ കാലത്ത് വന്നതാണ്, പിന്നീട് അത് ദുർബലപ്പെട്ടു പോയി. അതിനെ ശക്തിപ്പെടുത്തണം എന്ന രീതിയിൽ ഞങ്ങൾ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് സേനയെ തരണം. അതുപോലെ ടൂറിസ്റ്റ് വാർഡന്മാരുടെ, ഇപ്പോൾ തീരപ്രദേശത്തുള്ള നമ്മുടെ ലൈഫ് ഗാർഡ്സ്, അവർ സ്വാഭാവികമായി അവരുടെ ഒരു യോഗ്യത കൊണ്ട് മാത്രം ഇപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായി ഇടപെടുകയാണ്. അവർക്ക് ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ കുറവുണ്ട്. അവർക്ക് പരിശീലനം നൽകുന്ന, ശാസ്ത്രീയമായ പരിശീലനം നൽകുന്ന കാര്യത്തിലുള്ള കുറവുകൾ, അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ അടിയന്തരമായിട്ടുണ്ട്. യൂഷ്വലി സ്ത്രീ എന്ന നിലയിൽ ധാരാളം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ യാത്രയിൽ നമ്മൾ പറയാറുണ്ട്. ഞങ്ങളുടെ ചേംബറിൽ തന്നെ ആ മറൈൻ ഡ്രൈവ് സെക്ടറിൽ തന്നെ ബാത്റൂം അന്വേഷിച്ച് വരുന്നത്, ടോയ്ലറ്റ് അന്വേഷിച്ച് വരുന്ന ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. ഈവൻ ഷോപ്സിൽ കയറിയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന ടൂറിസ്റ്റുകൾ ധാരാളമുണ്ട്. മറൈൻ ഡ്രൈവ് സെക്ടറിൽ പോലും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ മേ ബി എല്ലായിടത്തും സന്നദ്ധ സംഘടനകൾ, റോട്ടറി പോലുള്ള സംഘടനകൾ, ഞങ്ങൾ ചേംബർ തന്നെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റായിട്ട് ടോയ്ലറ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നു, ടോയ്ലറ്റ് പണിത് കൊടുക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു ആ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും നമ്മൾക്കില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പിന്നെ ഒന്ന് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് ഹൗസ് ബോട്ട്സിൽ, അതിപ്പോഴും പൂർണ്ണമായിട്ടും ഒരു പരിപൂർണ സംവിധാനം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കായലിലേക്ക് ഒഴുക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്.
പിന്നെ സേഫ്റ്റി മെഷേഴ്സ്. ഹൗസ് ബോട്ടിൽ ഇപ്പോഴും ലൈഫ് ജാക്കറ്റ് ധരിക്കാണ്ടാണ് ഹൗസ് ബോട്ടിലും ഇങ്ങനത്തെ സ്പീഡ് ബോട്ട്സിലും എല്ലാം, ഈവൻ മറൈൻ ഡ്രൈവിലെ ഹൗസ് ബോട്ട്സിലും ഈവൻ ബോട്ട്സിലും നമ്മൾ കാണാറുണ്ട്. ആരും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, ഇനഫ് ജാക്കറ്റ്സ് ഉണ്ടാവുകയില്ല. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും TV മാധ്യമങ്ങളായാലും 2-3 ദിവസത്തേക്കുള്ള ഒരു ചർച്ചയ്ക്കുള്ള മാത്രമുള്ള ഒരു പോളിസിയായി മാറുന്നു. അത് അതിനുള്ള ചർച്ചയ്ക്കുള്ള ഒരു സബ്ജക്റ്റായിട്ട് മാത്രം മാറുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തിൽ ഒരു പദ്ധതി വന്നു, ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ. സ്ഥലം ലഭ്യമായ സ്ഥലത്ത് ആധുനിക സൗകര്യത്തോടെയുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനവും, അതങ്ങനെ ഒരു ടോയ്ലറ്റ് സംവിധാനമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള അതിൻ്റെ ഫ്രണ്ടും ഒരു കോഫി ഷോപ്പും. ഇത് വൃത്തിയായി സൂക്ഷിക്കാനാണ് പാട്. അപ്പോൾ അത്തരം സംവിധാനത്തിനെ കുറിച്ച് കൂടി നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇതാരെങ്കിലും ഏൽപ്പിച്ചാണ് പണം മാത്രം അതിൽ നിന്ന് ഇപ്പോൾ സുരഭി പോലുള്ള ചിലത് കേരളത്തിലെ മാതൃകയിൽ അതാണെന്ന് താരതമ്യേന ചെയ്തിട്ടുള്ള സംഘടനകൾ അല്ല, സംഘടനയ്ക്ക് അനുവാദം കിട്ടാത്തതല്ല, ഭൂമി കിട്ടേണ്ടതാണ്. ഭൂമി കിട്ടേണ്ടതാണ് പ്രശ്നം. ചെറിയ ഇഷ്യൂ ഉണ്ട് സാർ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് അത് ഈ സബ്സിഡിക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു പരിപാടിയായി പോയി. അതെന്ന് പറഞ്ഞാൽ സബ്സിഡി കിട്ടാൻ വേണ്ടി എല്ലാവരും തുടങ്ങി, സബ്സിഡി വാങ്ങിച്ച് സ്ഥലം വിട്ടു, മനസ്സിലായി, അങ്ങനെ പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സസ്റ്റൈനബിൾ മോഡൽ നമ്മളന്ന് മീറ്റിംഗിൽ സംസാരിച്ചു. അത്തരം കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ഇൻഡസ്ട്രി ചർച്ച ചെയ്തൊരു കാര്യമാണ്. സ്ഥലം ലഭ്യമാക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കൊന്ന് ഇത്തരം സംഘടനകളെ കൂടി പ്രയോജനപ്പെടുത്തണം എന്ന അങ്ങയുടെ ആശയം നമുക്ക് പരിശോധിക്കാം. ഞങ്ങളിപ്പോൾ ആ രീതിയിൽ സംഘടനകളെ പങ്കാളികളാക്കണം എന്നുള്ള രീതിയിൽ ഒരാശയം ഉപയോഗിച്ച് പലരും തയ്യാറാണ് ചെയ്യാനായിട്ട്. നൂലാമാലകൾ ആലോചിക്കുമ്പോഴാണ് നൂലാമാലകളിൽ സ്ഥലത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതെങ്കിലും ഒരു വേ സൈഡിൽ കൊണ്ടുവച്ചാൽ പോരല്ലോ. ഇത് കണ്ടാലൊന്ന് കയറാൻ തോന്നുന്നുണ്ട്, അവിടെ മൂക്കോത്തി പിടിച്ച് പോകാൻ കഴിയാത്ത രീതി അത്തരമൊരു സംവിധാനം വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ആലോചിക്കാം. 2, ഈ ഹൗസ് ബോട്ടുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനം ഇല്ലയാണ്. ഞങ്ങളതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നടത്തുന്നത്. ലൈസൻസ് കൊടുക്കുന്നത് പോർട്ട്, ആവശ്യത്തിന് അംഗീകാരമുള്ള ഡ്രൈവർമാർ പോലും അതിനില്ല. അപ്പോൾ അതിപ്പോൾ ചർച്ചയ്ക്ക് വന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. ആ വിഷയം ഞങ്ങൾ പോർട്ടിൻ്റെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്ന് ഇരുന്നിട്ടുണ്ട്. അതിലെ മാലിന്യം അത് സംസ്കരിക്കാൻ ആവശ്യമായ സൗകര്യമില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ അതിനൊരു കേന്ദ്രമുള്ളത്. ഈ ആലപ്പുഴയിലെ കായലിലെ പ്രദേശത്ത് ഒരു 3-4 കേന്ദ്രങ്ങൾ കൂടി ഞങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, അതിലുപയോഗിക്കുന്ന വെള്ളം ഏതാണെന്ന് വല്ല ഉറപ്പുണ്ടോ? അപ്പോൾ അവർക്ക് ശുദ്ധജലം കൊടുക്കാനുള്ള പദ്ധതിയും ഇത്തരം കേന്ദ്രങ്ങളിൽ ഞങ്ങളതിൻ്റെ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുകയാണ്. അപ്പോൾ ഈ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ അത് ജീവനക്കാർക്കുള്ള പരിശീലനം ഹൗസ് ബോട്ടുകളിലെ അത്തരം കാര്യങ്ങൾ കൂടി എടുക്കണം എന്ന് നോക്കി. നമ്മുടെ സമയം തീരുവാണ്. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം സാർ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഹോട്ടലുകൾക്ക് 3 സ്റ്റാർ ആൻഡ് എബോവ് വേറെയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചാൽ ഒരുപാട് നിയമങ്ങൾ ഗവൺമെൻറ്റിന് വരുമ്പോൾ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റേറ്റിൻ്റെ വക ക്ലാസിഫിക്കേഷൻ 1 to 3 സ്റ്റേറ്റ് കൊടുക്കാനുള്ളവർ. പിന്നെ വേറൊന്നുകൂടെ പറഞ്ഞുവിട്ട് സാർ, സമയമില്ലാത്തതുകൊണ്ടാണ് സാർ. നായ്ക്കളുടെ ശല്യം കൂടുതലാണ്, സാറിന് അറിയാമല്ലോ. ഇപ്പോൾ നായ്ക്കളാരും കുരയ്ക്കാറില്ല. കുരയ്ക്കുന്നത് പോലെ ഞങ്ങളെ പോലുള്ള ഹോട്ടൽ രംഗത്ത് ഇറങ്ങിയവരാണ് ഇപ്പോൾ കുരയ്ക്കുന്നത്. ജനങ്ങൾ വരാൻ മടിക്കുന്നു, പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. അതിനെന്തെങ്കിലും ഗവൺമെൻറ് ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന. ഇതാ ഇപ്പോൾ ടൂറിസം സീസൺ തുടങ്ങുകയാണ്, അതിനെന്താ പരിഹാരം ഉണ്ടാകും? ഗൗരവപൂർവ്വം നമുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ആലോചിക്കാം. മേനകാ ഗാന്ധി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് ഇപ്പോൾ ഉള്ളത് ആകെ വന്ധ്യീകരിക്കൽ മാത്രമാണ്. നമുക്കത് പഞ്ചായത്തുകൾ ഗൗരവപൂർവ്വം എടുക്കുക. ഇപ്പോൾ വിഷയം ഒരു സ്ഥലത്ത് മാത്രമല്ല, ടൂറിസം ഡെസ്റ്റിനേഷനിൽ മാത്രമല്ല, നാടാകെ ഈ പ്രശ്നം വരിക. ഇവിടെ നടന്ന ചർച്ചയെക്കുറിച്ച് മിനിസ്റ്റർക്ക് പറയാനുള്ളത് 2 വാക്കുകൂടി കേട്ടുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കും. ഒന്ന്, ഈ സഹകരണ ടൂറിസം മേഖലയിൽ അനുഭവസമ്പത്തുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അവർ പ്രകടിപ്പിച്ച നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശം ഹൃദയപൂർവ്വം സ്വീകരിക്കും. പ്രായോഗികമായി നടപ്പിലാക്കാനുള്ളത് സമയബന്ധിതമായി, അതാണ് നമ്മുടെ പ്രശ്നം, സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ നിർദ്ദേശങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ ഗൗരവപൂർവ്വം തന്നെ സർക്കാർ പരിഗണിക്കും. ടൂറിസം വകുപ്പിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ ഇൻഡസ്ട്രിയുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായം ഉണ്ടാകണം. അതാണ് അവരെ നല്ല
സഹായങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ്റുമായി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പരസ്പരം സഹകരിച്ച് പോകാൻ ഇത്രയധികം സഹകരിക്കുന്ന ഒരു മേഖല വേറെ ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. കുറച്ച് നാളത്തെ 50 ദിവസമായിട്ടുള്ളെങ്കിലും നല്ലപോലെ സഹകരിച്ച് പോകുന്ന സ്ഥിതിയുണ്ട്. സഹകരണ മേഖലയിലെയും പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായി അത് സ്ട്രക്ചറലായി ഉണ്ടാകുന്നൊരു മാറ്റം രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റം എന്ന രീതിയിൽ അതിനെ കാണണ്ട. അത് നമ്മുടെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സഹകരണ മേഖലയിലെ മൂലധനം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുക. അതിലെല്ലാവർക്കും യോജിക്കാനാവും. അത്തരമൊരു സമീപനം ഉണ്ടാകണം. അതിന് തുടർ ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാണ്, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്. അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഇത്ര നേരവും ഒരു പുതുമുഖക്കാരൻ്റെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത എല്ലാവർക്കും നന്ദി. മിനിസ്ട്രോണെ മിഷൻ എന്ന ഈ പരിപാടിയുടെ വളരെ വിജയകരമായൊരു ലക്കമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയ മന്ത്രി ശ്രീ AC മൊയ്തീന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ പരിപാടിയെ സമ്പന്നമാക്കിയ വിദഗ്ധരായ എല്ലാ അതിഥികൾക്കും നന്ദി പറയുന്നു. നമസ്കാരം.